ഇപ്പോൾ നമ്മോടൊപ്പം മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടിയായ ശ്രീ പുഷ്കരൻ പാലക്കാട് കൂടി ചേരുന്നു നമ്മോടൊപ്പം. ശ്രീ പുഷ്കരൻ, യഥാർത്ഥത്തിൽ റെയിൽവേ ജീവനക്കാർ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുന്നത് പോലെയാണ്. ഇവർ ജീവനക്കാരല്ല, ഇവരെ ജീവനക്കാരായ പദവി നൽകാത്തത് കേന്ദ്രമാണ്. കേന്ദ്രത്തിൻ്റെ സ്കീമിൽപ്പെട്ടവരാണിവർ. ഇവരെ ഇത്തരത്തിൽ സമരം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ വലിയൊരു വിരോധാഭാസം. ഒന്ന്. രണ്ട്, ഇതുതന്നെയാകട്ടെ, വസ്തുതകൾ ഇങ്ങനെ ഇരിക്കെ തന്നെ ഇതിൽ ബഹുഭൂരിപക്ഷം പേരും 25,650 വരുന്ന ആശാ വർക്കർമാരും സംസ്ഥാനത്തിനൊപ്പം നിന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നവരാണ്. അവർ ഇപ്പോഴും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. വളരെ തുലവും ചെറിയ ഒരു വിഭാഗത്തെയാണ് SUC പോലെയുള്ള സംഘടനകൾ സമരത്തിനിറക്കിയിരിക്കുന്നത്. ഈ വസ്തുതകൾ ആണ് കേരളത്തെ കൃത്യമായി ധരിപ്പിക്കുന്നത്. രണ്ട്, കേന്ദ്രത്തിൽ നിന്നുള്ള അവകാശങ്ങൾ വാങ്ങിയെടുക്കാൻ ഈ ഘട്ടത്തിലാണ് ദില്ലിയിലേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി, സംസ്ഥാന ആരോഗ്യമന്ത്രി ചെല്ലുന്നത്, ദില്ലിയിലെത്തുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള മീറ്റിന് അവർ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് ശ്രീ പുഷ്കരൻ? പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണാൻ ശ്രമിക്കുകയും സന്ദർശനം അദ്ദേഹത്തിനുള്ള അതിനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഈ ആശാ വർക്ക് എന്ന് പറയുന്നത്, ആശ എന്നുള്ളതിന്റെ പൂർണ്ണരൂപം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അവരൊരു തൊഴിലാളി വിഭാഗമല്ല. ഏതെങ്കിലും തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു വിഭാഗമേ അല്ല ആശാപ്രവർത്തകർ. നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ അങ്ങനെ അവരെ ഒരു തൊഴിലാളിയാക്കാത്തത് ആരാണ് അവരെ അങ്ങനെ ഒരു തൊഴിലാളി ആക്കേണ്ടത്? ശ്രീ പുഷ്കരൻ, ഈ സ്കീം ആരംഭിച്ചത് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. അതായത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് യാതൊരുവിധ ആരോഗ്യ സംവിധാനങ്ങളോ ആരോഗ്യ മേഖലയിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളും കിട്ടാത്ത പശ്ചാത്തലത്തിലാണ് അന്നത്തെ ഗവൺമെന്റ് അവർക്ക് നാമമാത്രമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി NHM എന്ന് പറയുന്ന NRHM, അന്നത്തെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, പിന്നീട് NHM ആവുകയും ചെയ്തു. അങ്ങനെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന സ്കീമിന്റെ ഭാഗമായിട്ട് മാത്രം ആ മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ ആശമാർക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആശ എന്ന് പറയുന്ന ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്. ആ ഏർപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ഇതൊരു പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന സ്കീമാണ്. അതിന്റെ എല്ലാ സംവിധാനങ്ങളും അതിന്റെ എല്ലാ തരത്തിലുള്ള ഗൈഡ് ലൈൻസും തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണവും കേന്ദ്ര ഗവൺമെന്റാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിന് പൂർണ്ണമായിട്ടും ഫണ്ട് അനുവദിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റാണ്. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിലപാടെടുത്തു. ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലത്ത് ആ ആശമാർക്ക് വളരെ നാമമാത്രമായി വേതനമായിരുന്നു ലഭിക്കുന്നത്. അത് പിന്നെ കേരള സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ സ്വന്തം റിസ്കിൽ 1000, 2000, 3000, 4000, 5000, 6000, 7000 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഇപ്പോൾ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന്. ശ്രീ പുഷ്കരൻ, താങ്കളോട് രാഷ്ട്രീയം പറയല്ല, എങ്കിൽ പോലും ഈ വെറും 600 രൂപ വാങ്ങി അവർ 100 രൂപ വരെ കൂട്ടാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. എന്ന് മാത്രമല്ല, അവർക്ക് ആ തരത്തിൽ, അത് നേരത്തെ വീണ ജോർജ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മന്ത്രി. കാരണം അവർക്ക് 100 രൂപ വെച്ചാണ് ഇപ്പോൾ കൂട്ടുന്നതെങ്കിൽ അവർക്ക് ഇപ്പോൾ 1800 രൂപയാകൂ ആ കണക്കിന്. പക്ഷെ ഇപ്പോൾ അവർക്ക് 7000 രൂപയാണ് ഓണറേറിയമായി ലഭിക്കുന്നത്. അപ്പോൾ ഓണറേറിയം 7000 ആണ്. അതിന് പുറമെ ഇൻസെന്റീവ് പല വർക്കുകൾക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻസെന്റീവ്സ് ലഭിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ആക്ച്വലി ഒരു മാസം എത്ര വർക്ക് വരും, എത്ര ദിവസം ഒരു ഹെൽത്ത്? ഞാൻ പറയുന്നത്, ഞാൻ അരീക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത സമയത്ത് ആശാ ചാർജ് ഉണ്ടായിരുന്ന ഒരു ഓഫീസറാണ്. വെരി ഗുഡ്. അന്ന് ആശാ ചാർജ്, അതായത് സാധാരണഗതിയിൽ ആശാ ചാർജ് കൊടുക്കുന്നത് പബ്ലിക് ഹെൽത്ത് നഴ്സിനാണ്. എന്നാൽ ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറിന് ആശാ ചാർജ് എനിക്കാണ് അനുവദിച്ചു തന്നത്. ഈ ആശാ ചാർജ് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് ഒരു 15 ദിവസത്തെ ജോലിയാണ് അവർക്കുള്ളത്. നമ്മൾ ഈ പറയുന്നത് പോലെ മലയെടുത്ത് മറിക്കുന്ന പണിയൊന്നും ആശമാർക്ക് കേരളത്തിൽ ചെയ്യേണ്ടതായിട്ടില്ല. ഞാൻ അവരെ ആക്ഷേപിക്കുന്നൊന്നുമല്ല. മലയെടുത്ത് മറിക്കുന്ന ഒരു പണിയും കേരളത്തിലെ ആശമാർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ചില നിശ്ചിതമായ ഡ്യൂട്ടികളുണ്ട്. അതായത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഏരിയയിൽ 33 ആശമാരുണ്ട്. ഈ 33 ആശമാരും എല്ലാ ദിവസവും പാലിയേറ്റീവ് കെയർ ടീമിന്റെ കൂടെ ഫീൽഡ് വിസിറ്റ് ചെയ്യാൻ പോവുകയല്ല ചെയ്യുന്നത്. അവരന്ന് 10 12 പേർക്കുള്ള പ്രോഗ്രാം തയ്യാറാക്കും. ആ വീടുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ പ്രദേശത്തുള്ള ആശ മാത്രം അന്ന് അവരോടൊപ്പം കൂടി അതിന്റെ വർക്കിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, അതായത് 2 തരത്തിലുള്ള ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. എല്ലാ ബുധനാഴ്ചയും ആശുപത്രി കുത്തിവെപ്പുണ്ട്. ആശുപത്രിക്ക് പുറത്ത് ഒരു കുത്തിവെപ്പ് സമ്പ്രദായമുണ്ട്.
പിന്നെ ആശുപത്രിക്ക് പുറത്തേക്ക് പോകുന്നു. ആ ആശുപത്രിക്ക് പുറത്തേക്ക് പോകുന്നത് ഏത് ആശയുടെ കേന്ദ്രത്തിൽ വെച്ചാണോ കുത്തിവയ്പ്പ് നടത്തുന്നത്, പ്രവർത്തന പരിധിയിൽ വെച്ചാണോ കുത്തിവയ്പ്പ് നടത്തുന്നത്, അവിടങ്ങളിലുള്ള പ്രോഗ്രാമിൽ മാത്രം അവർക്ക് പങ്കെടുത്താൽ മതി. പിന്നെ ചില അഡീഷണൽ ചില പ്രോഗ്രാംസ് ഉണ്ട് കേരളത്തിൽ. ഇപ്പൊ ഞാൻ പറയുന്നത് MDA, മൾട്ടി ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അതായത് മന്ദരോഗ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ ഈ വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീടുകളിൽ എത്തിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഇൻസെന്റീവ്, ആശാ ഇൻസെന്റീവ് അല്ലാതെ തന്നെ ആ പ്രോഗ്രാമിൽ ഒരു വീട് കണക്കാക്കി ഇത്ര രൂപ എന്ന നിലയിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പിന്നെ സാമ്പത്തിക സഹായം കൂടി കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് പെർഫോമൻസ് ബേസ്ഡ് ആണ് ആശമാർക്കുള്ള വേതനം. ഈ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് ആശമാർക്ക് കിട്ടുന്ന വേതനം കേരളത്തിൽ സാധാരണഗതിയിൽ വർക്ക് ചെയ്തു പോകുന്ന ഒരു ആശയ്ക്ക് ഇപ്പൊ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ 13,200 രൂപയും അതിന് മേലെയും കിട്ടുന്ന സംവിധാനങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ കേരളത്തിന് പുറത്ത്, ഇപ്പോ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ വിശദ വിവരങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരാശയ്ക്ക് 15 ദിവസമാണ്, എത്ര കടുത്ത വർക്ക് ഉണ്ടായാലും 15 ദിവസമാണ് വർക്ക് ചെയ്യേണ്ടി വരിക. അതിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഉണ്ട്, UAP ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വീടിന് പുറത്ത് വെച്ച് നടത്തുന്ന കുത്തിവയ്പ്പ് പ്രോഗ്രാം ഉണ്ട്, കുട്ടികളുടെയും ഗർഭിണികളുടെയും പരിചരണവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, ഈ പാലിയേറ്റീവ് കെയറിന്റെ ടീമിനോടൊപ്പം പോകേണ്ട ചില ഡ്യൂട്ടികളുണ്ട്, ഇതുപോലെയുള്ള പിന്നെ കമ്മ്യൂണിറ്റി. അത് മാത്രമല്ല ശ്രീ പുഷ്കരൻ, താങ്കൾ പറയുന്നത് രാഷ്ട്രീയമല്ല, താങ്കളുടെ അനുഭവത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി പ്രവർത്തിച്ചിട്ട് താങ്കളുടെ അനുഭവത്തിൽ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഒന്ന്, ഏതാണ്ട് 15 ദിവസം, 11+4 15 ദിവസം മാത്രമാണ് ഇവർക്ക് വർക്കുള്ളത്. അതായത് ഈ അരമാസത്തേക്കാണ് 13,000 രൂപ ഇൻസെന്റീവ്, ഓണറേറിയോ അടക്കം ഇവർക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അതല്ലേ വസ്തുത? തീർച്ചയായിട്ടും 15 ദിവസത്തിൽ കൂടുതൽ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരാശമാർ ഈ കേരളത്തിൽ ഇല്ല എന്നുള്ള. അതായത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായ രീതിയിൽ പണിയെടുക്കേണ്ടി വരുന്ന ആശമാരാണെങ്കിൽ പോലും 15 ദിവസത്തിൽ കൂടുതൽ ആ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെക്കേണ്ടി വരുന്ന ഒരാശയും എന്റെ സർവീസിന് കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. അതാണ് അതൊന്ന്. പിന്നെ അത് മാത്രമല്ല, ഇവർക്കും ഈ അരമാസമാണെങ്കിൽ പോലും 15 ദിവസമാണെങ്കിൽ പോലും ഇവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന നിലപാട് തന്നെയാണ് സംസ്ഥാനത്തിന്. പക്ഷേ ഇവർ ആരുടെ സ്കീമിൽ പെടുന്നു? ആ കേന്ദ്ര സർക്കാരിന്റെ സ്കീമിൽ. അപ്പോൾ ഇവർക്ക് ആരാണ് ഇൻസെന്റീവ് നൽകേണ്ടത്? അത് കേന്ദ്ര സർക്കാർ. അപ്പോൾ ആരാണ് ആ ഇൻസെന്റീവ് ഇപ്പോൾ വർദ്ധിപ്പിക്കേണ്ടത്? അത് കേന്ദ്ര സർക്കാർ. ഇനി ആരാണ് ഇപ്പോൾ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാതിരിക്കുന്നത്? അത് കേന്ദ്ര സർക്കാർ, അതായത് മോദി സർക്കാർ, അല്ലേ? പൂർണ്ണമായിട്ടും സെൻട്രൽ സ്കീമാണ്. ആ സെൻട്രൽ സ്കീം ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ ചുമതലയും ഇവർക്ക് ഓണറേറിയമായാലും ഇൻസെന്റീവ് ആയാലും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളായാലും ഇവർ പറഞ്ഞതുപോലെ പിരിഞ്ഞു പോകുമ്പോൾ കിട്ടേണ്ട 5 ലക്ഷമായാലും ഇതെല്ലാം അനുവദിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കാരണം ഈ ഒരു ഒറ്റ സ്കീമിന് വേണ്ടിയിട്ട് മാത്രം സെലക്ട് ചെയ്യപ്പെട്ട ആളുകളാണ് ആശാ വർക്കർമാര് എന്ന് കേന്ദ്ര ഗവൺമെന്റ്